ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. തിരുമേനി ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചട്ടിവയൽ സ്നേഹഭവനിലെ അന്തേവാസികൾക്കൊപ്പം ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് അംഗം പ്രിൻസ് വെള്ളക്കട സ്വാഗതം പറഞ്ഞു. TP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. V കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ, DCC നിർവാഹക സമിതി അംഗങ്ങളായ തങ്കച്ചൻ കാവാലം, ആലയിൽ ബാലകൃഷ്ണൻ, ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ ജോളി സണ്ണി പതിയിൽ, KD പ്രവീൺ, സലീം തേക്കാട്ടിൽ, ജോർജ് ചെമ്പരത്തി, മാത്യു തടത്തിൽ, സിസ്റ്റർ ക്ലെയർ ടോം, സിനോ ആടിമാക്കൽ, സന്ദീപ് കൊച്ചുമുറിയിൽ, സജി ഓലേടം, തോമസ് ആടിമാക്കൽ എന്നിവർ പ്രസംഗിച്ചു. സമുചിതമായി ഇവിടെ ഒരു ഓർമ്മദിനം ആഘോഷിക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് എത്തിച്ചേർന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പല കാര്യത്തിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അതേപോലെ നമ്മുടെ കേരളത്തിനും എല്ലാം മാതൃകയായ നല്ല ജനകീയനായ ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തികളും ഇന്നും ഏറ്റവും അധികം സമൂഹത്തിന് ഗുണം ചെയ്തിട്ടുള്ള പല പദ്ധതികളും കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി, അതേപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന കാരുണ്യ പ്രവൃത്തികൾ എല്ലാം ഈ സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്ത പ്രവൃത്തികളായിരുന്നു. മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഇത്തരം ഒരു പരിപാടികൾ അവർ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കാറുണ്ട്. ഇതിനോടൊപ്പം അന്തേവാസികളോടൊപ്പം ഭക്ഷണം കഴിക്കുക എന്നതിലുപരി അവർ കഴിയുന്ന മറ്റ് സഹായങ്ങൾ കൂടി ഇതോടൊപ്പം ചെയ്തു വരാറുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു, കാരുണ്യത്തിൻ്റെ ആരൂപമായ കേരള രാഷ്ട്രീയത്തിൻ്റെ ഇതിഹാസ പുരുഷനായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികമാണ്. ഓരോ കേരളീയനും അത്രമാത്രം മനസ്സിൽ നടക്കുന്ന നേതാവ് വളരെ വിരളമായിരിക്കും. ഇതുപോലുള്ള വ്യക്തികളെ മരിക്കുക എന്നത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. പുതിയ തലമുറക്ക് മാതൃകയാകേണ്ടി വരുന്ന വ്യക്തികളെ നമുക്കൊരിക്കലും മറക്കാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ആ നിലയിലേക്ക് സഹജീവികളോട്, പാവപ്പെട്ടവരോട്, സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്നവരോട് സഹതാപപൂർണമായ, അനുകമ്പാപൂർണമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവ് എന്നത് മാത്രമല്ല, പെരിങ്ങോം ഉമ്മറപ്പൊയിൽ ഇതുപോലുള്ള ഒരു വയോജന കേന്ദ്രത്തിൽ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ആ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അവിടെ അധികാരം സേവനത്തിനായി ഉപയോഗിച്ച് കടന്നുപോയ അദ്ദേഹത്തിന്റെ ഓർമ്മയെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാനും ഇവിടുത്തെ അന്തേവാസികളോടൊപ്പമായിരുന്നുകൊണ്ട് ഈ 3ാം ചരമവാർഷികം ആഘോഷിക്കുവാനും ബഹുമാനപ്പെട്ട MLA സാറ് ഈ ഭവനം തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഭവനത്തിലേക്ക് കടന്നു വരികയും ഇവിടെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരെയൊക്കെ സന്ദർശിക്കുകയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടെ ആയിരിക്കുകയും ഞങ്ങൾക്കായി ഒരു ഉപഹാരം സമർപ്പിക്കുകയും ചെയ്യുവാൻ അദ്ദേഹം മനസ്സ് കാണിച്ചു. സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. ആംപിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്.
അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ. ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.